നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ കഥാലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വായനക്കാരുടെ സിരകളിൽ ആവേശം നിറച്ച നാനോ മെഷീൻ എന്ന വിശ്വപ്രസിദ്ധമായ കൊറിയൻ ചിത്രകഥയുടെ തുടക്കമാണ്. ആയോധനകലകളുടെയും മാന്ത്രിക വിദ്യകളുടെയും ലോകത്ത് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഭാവികാല സാങ്കേതിക വിദ്യയുടെ കഥയാണിത്. മുറിം ലോകത്തിന് നിഷിദ്ധവും പൈശാചിക സഭയ്ക്ക് പുണ്യഭൂമിയുമായ 10,000 മലനിരകൾ എന്ന നിഗൂഢമായ വനപ്രദേശത്താണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. കഥയുടെ തുടക്കം തന്നെ ഉദ്വേഗജനകമായ ഒരു ഓട്ടമാണ്. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരാൾ ഓടുകയാണ്. അത് നമ്മുടെ നായകൻ ചിയോൺ ആണ്. അവന്റെ ശ്വാസം നിലയ്ക്കാറായിരിക്കുന്നു. ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും അവന്റെ നെഞ്ചു വിങ്ങുന്നു. അവന്റെ പാദങ്ങളിൽ ചെരുപ്പുകളില്ല. കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുപാതയിലൂടെ ജീവൻ രക്ഷിക്കാനായി അവൻ ഓടുകയാണ്. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. ശരീരമാകെ ചോരയും ചെളിയും പുരണ്ടിരിക്കുന്നു. ഓടിത്തളർന്ന അവന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ട്. ഒടുവിൽ ഒരു മരവേരിൽ തട്ടി അവൻ നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാലുകൾക്ക് തീരെ ശക്തിയില്ലാത്തതുപോലെ. എന്റെ കാലുകൾ ആകെ തളർന്നുപോയിരിക്കുന്നു. ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ എനിക്കാവില്ല എന്ന് അവൻ നിരാശയോടെ ഓർക്കുന്നു. ചിയോൺ വീണുകിടക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് ചില നിഴലുകൾ അവനെ സമീപിക്കുന്നു. മുഖം മൂടി ധരിച്ച വാളേന്തിയ ക്രൂരരായ കൊലയാളികളാണവർ. അവരിലൊരാൾ ചിയോണിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, യജമാനൻ ചിയോൺ, ഇത്രയും നേരം ഓയിട്ടി അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു കാണുമല്ലോ. അവരെ കണ്ടതും ചിയോണിന് കാര്യം മനസ്സിലായി. ഇത്രയും കാലം തനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾക്ക് പിന്നിൽ ഇവരാണെന്ന് അവൻ തിരിച്ചറിയുന്നു. നിങ്ങളായിരുന്നു എല്ലാത്തിനും പിന്നിലല്ലേ എന്ന് അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ആ കൊലയാളികൾ മറുപടിയായി ചിരിക്കുക മാത്രം ചെയ്തു. നീ ഞങ്ങളെ വല്ലാതെ അലയിപ്പിച്ചു. നിന്നെ കാത്തിരുന്ന് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്ന് അവരിലൊരാൾ പരിഹസിക്കുന്നു. ചിയോൺ അവരോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഞാൻ ആയോധനകലകളുടെ പാഠശാലയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കവിടെ ഒരവസരവുമില്ലെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ. അതിന് അവർ നൽകിയ മറുപടി ക്രൂരമായിരുന്നു. നീ പാഠശാലയിൽ ചേരുന്നുണ്ടോ? നിനക്ക് യുദ്ധം ചെയ്യാൻ അറിയാമോ എന്നതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. നീ ആ വലിയ തറവാട്ടിലെ ഒരു അവകാശിയായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് മരിക്കാതെ വേറെ വഴിയില്ല. അവർ അവിടെ നിർത്തിയില്ല. ചിയോണിന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ അവർ തുടർന്നു. നീ ഒരു താഴ്ന്ന കുലജാതനാണെങ്കിലും വലിയ യജമാനന്റെ രക്തം നിന്നിൽ ഓതുന്നത് കൊണ്ട് നിനക്ക് ഞങ്ങൾ വേദനയില്ലാത്ത മരണം നൽകാം. തന്റെ അമ്മയെക്കുറിച്ച് അവർ പരോക്ഷമായി പറഞ്ഞ ആ അപമാനം ചിയോണിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ അമ്മയെ അപമാനിക്കാൻ മാത്രം നിങ്ങൾ വളർന്നു എന്ന് അവൻ ഉള്ളിൽ വിതുമ്പി. ആ നിമിഷം അവന്റെ ഭയം ദേഷ്യത്തിന് വഴിമാറി. വെറുതെ മരിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. ഞാൻ മരിക്കുന്നെങ്കിൽ അത് പൊരുതി മരിക്കും എന്ന് അവൻ ഉറപ്പിച്ചു. വിറക്കുന്ന കൈകളോടെ ചിയോൺ തന്റെ അരയിൽ കരുതിയിരുന്ന ഒരു ചെറിയ കത്തി പുറത്തെടുത്തു. എന്നാൽ ആയുധം പിടിക്കാൻ പോലും അവനറിയില്ലായിരുന്നു. അത് കണ്ട കൊലയാളികൾ പൊട്ടിച്ചിരിച്ചു. കാവൽക്കാരൻ ജാങ്, നിന്നെ ഇതാണോ പഠിപ്പിച്ചത് എന്ന് അവർ ചോദിച്ചു. ഇവന് യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല. എങ്കിലും പിന്മാറാൻ ഇവൻ തയ്യാറല്ല. ഇവന്റെ കണ്ണുകളിൽ യഥാർത്ഥ പോരാളിയുടെ തിളക്കമുണ്ട് എന്ന് കൊലയാളികളുടെ തലവൻ അത്ഭുതത്തോടെ ഓർത്തു. ഇത് ആ വേട്ടയാടലിന് കൂടുതൽ രസം പകരുമെന്ന് അവർ കരുതി. അവർ അവനെ വളഞ്ഞു. ഇവനെ തീർത്തേക്കൂ എന്ന് ആജ്ഞ ലഭിച്ചതും കൊലയാളികൾ അവന് നേരെ പാഞ്ഞെടുത്തു. മരണം മുന്നിൽ കണ്ട ആ നിമിഷം ചിയോൺ കണ്ണുമടച്ച് തന്റെ കത്തി വീശി. അതൊരു കാടൻ പ്രയോഗമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ആ കത്തി ഒരു കൊലയാളിയുടെ കഴുത്തിൽ തന്നെ കൊണ്ടു. എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. യാതൊരു പരിശീലനവും ലഭിച്ചിട്ടില്ലാത്ത ഒരു പയ്യൻ വിദഗ്ധനായ ഒരു കൊലയാളിയെ വീഴ്ത്തിയിരിക്കുന്നു. ഈ ചെക്കൻ എങ്ങനെ ഒരു കൊലയാളിയെ കൊന്നു? അവന്റെ ഈ പേടിയും വെപ്രാളവും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മറ്റുള്ളവർ ഭയന്നു. എന്നാൽ ചിയോണിന്റെ വിജയം ക്ഷണികമായിരുന്നു. തന്റെ കൂട്ടാളി വീഴുന്നത് കണ്ട മറ്റൊരു കൊലയാളി ദേഷ്യത്തോടെ ചിയോണിന് നേരെ തിരിഞ്ഞു. നീ ചാകേണ്ടവൻ തന്നെ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവൻ തന്റെ വാൾ ചിയോണിന്റെ വയറ്റിലൂടെ കുത്തിയിറക്കി. ചിയോൺ വേദന കൊണ്ട് പുളഞ്ഞു. രക്തം വാർന്ന് അവൻ മുട്ടുകുത്തി. കൊലയാളി അവനെ നോക്കി ക്രൂരമായി ചിരിച്ചു. വയറ്റിൽ ഒരു ദ്വാരം വീണപ്പോൾ എങ്ങനെയുണ്ട്? നീ കൂടുതൽ സമയം വേദന അനുഭവിച്ചു മരിക്കണം എന്ന് പറഞ്ഞ് അവൻ ആ വാൾ മുറിവിൽ തന്നെ തിരിച്ചുകൊണ്ടിരുന്നു. ചിയോൺ തന്റെ അന്ത്യം ഉറപ്പിച്ചു. കണ്ണുകൾ മങ്ങുന്നു, ശരീരം തണുക്കുന്നു. ഇതാണോ എന്റെ അവസാനം എന്ന് അവൻ ചിന്തിച്ചു. കൃത്യം ആ സമയത്താണ് ആകാശത്ത് നിന്ന് ഒരു വെള്ളി വെളിച്ചം പോലെ എന്തോ ഒന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഒരു വലിയ ശബ്ദത്തോടെ പൊടിപടലങ്ങൾ ഉയർന്നു. കൊലയാളികൾ അമ്പരന്നുപോയി. പൊടിപടലങ്ങൾ മാറിയപ്പോൾ അവിടെ വിചിത്രമായ വേഷം ധരിച്ച ഒരാൾ നിൽക്കുന്നു. പഴയ കാലത്തെ വസ്ത്രങ്ങളല്ല, മറിച്ച് നമുക്ക് പരിചിതമായ ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച ഒരു യുവാവ്. അവന്റെ വസ്ത്രങ്ങളിൽ നീല നിറത്തിലുള്ള വൈദ്യുത പ്രവാഹം പോലെ വെളിച്ചം മിന്നുന്നുണ്ടായിരുന്നു. കൊലയാളികൾക്ക് അത്ഭുതവും ഭയവും തോന്നി. ആരാണ് നീ? നിന്റെ വേഷം എന്താണ് ഇത്ര വിചിത്രമായിരിക്കുന്നത്? അവർ ചോദിച്ചു. ആ വന്നയാൾ ഒരക്ഷരം മിണ്ടിയില്ല. അവന്റെ ശരീരം ഒന്ന് അനങ്ങിയെന്ന് മാത്രമേ കൊലയാളികൾക്ക് തോന്നിയുള്ളൂ. കണ്ണൊന്ന് ചിമ്മുന്ന നേരത്തിനുള്ളിൽ അവൻ അവരുടെ ഇടയിലൂടെ പാഞ്ഞുപോയി. വായുവിനേക്കാൾ വേഗത്തിൽ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ കൊലയാളികളുടെ തലകൾ ഉടലിൽ നിന്ന് വേർപെട്ട് തെറിച്ചു.
രക്തം മഴ പോലെ പെയ്തിറങ്ങി. ഇവൻ അപ്രത്യക്ഷനാവുകയാണോ അതോ അദൃശ്യനാവുകയാണോ എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല. ആധുനിക സാങ്കേതികവിദ്യയും ആയോധനകലയും ചേർന്ന ആ നീക്കങ്ങൾക്ക് മുന്നിൽ അവർ വെറും ഇരകളായിരുന്നു. എല്ലാ ശത്രുക്കളെയും വകവരുത്തിയ ശേഷം ആ യുവാവ് മരിക്കാറായ ചിയോണിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. ചിയോൺ അപ്പോഴും ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. വന്നയാൾ തന്റെ കയ്യിൽ നിന്ന് ഒരു ലോഹ ഉപകരണം, സൂചി ഘടിപ്പിച്ച തോക്ക് പോലുള്ള ഒന്ന് എടുത്തു. നിന്നെ നേരത്തെ കണ്ടെത്തി ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമില്ല. നീ മരിക്കുന്നതിന് മുൻപ് എനിക്കിത് ചെയ്യണം എന്ന് അവൻ പറഞ്ഞു. അവൻ ആ ഉപകരണം ചിയോണിന്റെ കഴുത്തിൽ ചേർത്തുവച്ചു. ഒരു വലിയ ശബ്ദത്തോടെ ആ മരുന്ന്, നാനോ മെഷീനുകൾ ചിയോണിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. മരിക്കാറായിട്ടും ആ വേദന ചിയോൺ അറിഞ്ഞു. കാര്യം സാധിച്ച ശേഷം ആ യുവാവ് എഴുന്നേറ്റു. ചിയോണിനെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, എന്റെ വലിയ കാരണവരെ പൂർവിക. അതെ സുഹൃത്തുക്കളെ, ആ വന്നത് ഭാവിയിൽ നിന്നുള്ള ചിയോണിന്റെ പിൻഗാമിയായിരുന്നു. അവൻ തുടർന്നു, ഈ അത്യാധുനിക നാനോ മെഷീനുകൾ നിന്റെ ശരീരത്തിൽ സജീവമായിരിക്കുന്നു. ഇത് ഉപയോഗിച്ച് നീ വിജയിക്കുമെന്നും നിന്റെ വരും തലമുറയ്ക്കായി നല്ലത് ചെയ്യുമെന്നും ഞാൻ കരുതുന്നു. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നീ തന്നെ കണ്ടുപിടിക്കണം. ഇത്രയും പറഞ്ഞ് ആ യുവാവ് അപ്രത്യക്ഷനായി. മരണത്തിന്റെ വക്കിലെത്തിയ ചിയോൺ ചോര വാർന്ന തണുത്ത മണ്ണിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ തലച്ചോറിനുള്ളിൽ ഒരു യാന്ത്രിക ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ക്രമനമ്പർ 034. സ്കൈ കോർപ്പറേഷൻ. 7ാം തലമുറ നാനോ മെഷീൻ ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നു. പഴയ കാലത്തെ വാൾമുനയിൽ മരിക്കേണ്ടിയിരുന്ന ഒരു പയ്യന് ഭാവിയിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ ലഭിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് അവൻ കാണിക്കാൻ പോകുന്ന അത്ഭുതങ്ങളാണ് ഈ കഥയുടെ ബാക്കി. ഈ ആവേശകരമായ കഥയുടെ തുടക്കം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അറിയിക്കുക.